ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ കുറച്ച് ദിവസം ഇയാൾ വിചാരിക്കുന്നത് പോലെ ആൾക്കാരൊന്നും വരുന്നില്ല. അപ്പൊ ഇയാള് അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ കണ്ടെത്തും, എന്തുകൊണ്ട് ആൾക്കാർ വരുന്നില്ല. ഇങ്ങനെ തന്നെ ഒരു തോട്ട് ഉള്ളത് കൊണ്ട് ഇയാൾക്ക് ബിസിനസ് നടക്കത്തില്ല. ചെറുപ്പത്തിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടത്തുള്ളൂ. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ആണ്. ഈ ഹാർഡ്വെയറിനകത്ത് സോഫ്റ്റ്വെയർ ആണ് മനസ്സ്. നമസ്കാരം. നമസ്കാരം. നവ്യദീക്ഷയിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്നായിരിക്കുന്നത് പ്രശസ്ത സൈക്കോളജിസ്റ്റായ ഹരികൃഷ്ണൻ സാറാണ്. ഒരു 24 വർഷത്തിനകത്ത് സാറ് ഒത്തിരി നമ്മുടെ നാട്ടിലും അതുപോലെ വിദേശത്തും ഒത്തിരി ആൾക്കാർക്ക് EFT എന്നൊരു തെറാപ്പി, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന തെറാപ്പിയിലൂടെ അവരുടെ ലൈഫിന് ഒത്തിരിയും ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് സാറ്. സാർ EFTനെ കുറിച്ചൊന്ന് പറയാമോ? EFT എന്ന് പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. EFT ഒത്തിരി ആൾക്കാർ ഇന്ന് ലോകം മുഴുവനും വളരെ ക്വിക്കായിട്ട് ഒരു ഒരു ട്രോമയ്ക്കായാലോ ഒരു പെയിൻ ആയാലോ ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഇതിനെല്ലാം ഇന്ന് ലോകം മുഴുവനും ഉപയോഗിച്ച് വരുന്ന ഒരു സിസ്റ്റമാണ്. സൈക്കോളജിസ്റ്റുകൾ മാത്രമല്ല, സാധാരണ ആൾക്കാരും ഇന്ന് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്നൊരു ഡോക്ടറെ അടുത്തോ ഒന്നും പോകേണ്ട ആവശ്യം വരത്തില്ല. ഉദാഹരണത്തിന് കുട്ടികൾക്ക് എക്സാം ഫിയർ, പരീക്ഷയുടെ സമയത്ത് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്നൊരു പേടി, ഇന്ന് വളരെ നോർമലാണിത്. ഇന്നൊരു 10 കുട്ടികളെടുത്താലും 5 കുട്ടികൾക്കും ഈ എക്സാം ഫിയർ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് അറിയാമെങ്കിൽ വീട്ടിൽ ആ കുട്ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ കുട്ടിയുടെ ഫിയർ മാറ്റാൻ പറ്റും. ഇന്ന് മാത്രമല്ല, ഇന്ന് EFTയുടെ തലം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാർ പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക്. നോർമൽ ആയിട്ടുള്ളവർക്ക്, നോർമൽ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇത് ഈ ഒരു തെറാപ്പിയിലൂടെ മാറ്റാമെന്നല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, ഇപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണല്ലോ. ഒത്തിരി ആളുകൾ പറയുമെന്ന് വെച്ചാൽ നോർമലി ഒരു ടോക്ക് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വളരെ കഷ്ടമാണ്. അതെ, അങ്ങനെയാണോ? പൈസ ഉണ്ടാക്കാൻ വളരെ കഷ്ടമാണെന്നുള്ളത് ഇന്ന് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിലീഫാണ്, ഒരു വിശ്വാസമാണ്. എവിടെയാണ് ബിലീഫ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇത് മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനകത്താണ് ഈ ബിലീഫ് വരുന്നത്. ഈ ബിലീഫ് വളരെ സ്ട്രോങ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തീർച്ചയായും പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം ബിലീഫാണ്. എൻ്റെ ബിലീഫ് എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ബിലീഫ് ഉണ്ടെങ്കിൽ പറ്റില്ല. എൻ്റെ ബിലീഫ് എനിക്ക് മല കയറാൻ പറ്റും എന്നുണ്ടെങ്കിൽ പറ്റും. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ ആൾക്കാർ, അവരുടെ മനസ്സിൻ്റെ ബിലീഫാണ് അവരവിടെ എത്തിച്ചത്. അതുപോലെ ഇന്നത്തെ ബിലീഫ് എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം, ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ വരും. ഇപ്പോൾ സാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ബിലീഫും അതുപോലെ തന്നെ തോട്ട് പ്രോസസ്സും തമ്മിൽ കണക്ഷൻ. ബിലീഫിൽ നിന്നാണ് തോട്ട് വരുന്നത്. ബിലീഫും തോട്ടും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ബിലീഫ് എന്താണോ ബിലീഫ് അതനുസരിച്ചാണ് തോട്ട് വരുന്നത്. അപ്പോൾ ആൾക്കാരുടെ ബിലീഫ് എന്താണ്? കാശുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് വളരെ ചെറുപ്പത്തിൽ നിന്നും കിട്ടിയ ഒരു തോട്ടാണ്. ചെറുപ്പം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞുനാളിൽ കിട്ടിയ തോട്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എന്ത് സംരംഭത്തിന് ഇറങ്ങിയാലും ഇവരുടെ മനസ്സിനകത്ത് കാശ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു തോട്ട് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും കാശ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ. അപ്പം വേറൊരു സംശയം, നമ്മുടെ ഈ EFT ഇല്ലേ, EFT ഒരു തെറാപ്പിയാണെന്ന് പറഞ്ഞു, എന്തിനും പ്രതിവിധിയാണെന്ന് പറഞ്ഞു. അപ്പം EFTയിലൂടെ ഈ ചിന്താഗതികൾക്ക് എങ്ങനെ മാറ്റം നമ്മൾക്ക് കൊണ്ടുവരാം? ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം വരുന്നത്. EFTയിലൂടെ ഈ മണിയുടെ തോട്ട് മാത്രമല്ല, എന്ത് വേണോ മാറ്റാൻ പറ്റും. EFT ഞാൻ ആദ്യം പറഞ്ഞു, ഫോബിയ മാറ്റാൻ, പേടി മാറ്റാൻ, പെയിൻ മാറ്റാൻ എല്ലാം ഉപകരിക്കുന്നു പറഞ്ഞു. EFT ഒരു പവർഫുൾ ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂളാണ്. സബ് കോൺഷ്യസ് മൈൻഡിനകത്തുള്ള
പ്രോഗ്രാംസ് ആണ് ബിലീഫ്സ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിനകത്തുള്ള പ്രോഗ്രാമാണ് പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട്. അതൊരു പ്രോഗ്രാമാണ് ആക്ച്വലി പറഞ്ഞാൽ. ഈ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ആ പ്രോഗ്രാമിനെ മാറ്റി കാശുണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് എന്ന ചിന്ത ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാശുണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് വളരെ സിമ്പിൾ വെച്ചാൽ വളരെ സിമ്പിളാണ്. ആ റൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം കൊടുത്ത് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി 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 ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു രക്ഷയില്ല. ചില ആൾക്കാർക്ക് പൈസ കൊടുക്കും, തിരിച്ചു കിട്ടത്തില്ല. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, കാശ് വരത്തില്ല, പ്രോഫിറ്റ് വരത്തില്ല. പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യും, പ്രോഫിറ്റ് വരുന്നില്ല. ഇതെല്ലാം ഉള്ളിനകത്തുള്ള ആ ബിലീഫാണ്. ആ ബിലീഫിനെ മാറ്റിയാൽ വന്നുകൊണ്ടേയിരിക്കും. സർ, അപ്പം ഈ EFT ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ EFT ഏത് മുഖേനയാണ് സമൂഹത്തിന് ഒരു സഹായം, അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധി പോലുള്ള ഒരു അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്നത്? സമൂഹത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ്. ഇന്ന് ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 99 പേരും സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആൾക്കാരാണ്. ഒന്നുകിൽ കുറേ കടം, അല്ലെങ്കിൽ പല കാര്യത്തിനും പൈസ കയ്യിലില്ല, ജീവിതത്തിൽ പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയത്തില്ല, ശരിയായ ജോലിയില്ല, അല്ലെങ്കിൽ അണ്ടർ പെയ്ഡ്, വളരെ കുറച്ച് കാശ് മാത്രമേ അവർ കിട്ടുന്നുള്ളൂ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അവരവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തുള്ള പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമത്തിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും ഈ EFT എന്ന പ്രോസസ്സിൽ കൂടി. EFT വളരെ സിമ്പിളാണെന്ന് പറയാൻ കാര്യം, ഇത് ബോഡിയിലെ കുറച്ച് പോയിന്റ്സിൽ ടാപ്പ് ചെയ്യുന്നു, മർമ്മ പോയിന്റ്സിൽ അല്ലെങ്കിൽ മെറിഡിയൻ പോയിന്റ്സിൽ ടാപ്പ് ചെയ്തിട്ട് ഒരു പ്രത്യേകതരം അഫർമേഷൻ പറയുന്നു. ഈ അഫർമേഷൻ പറയുമ്പോൾ ഈ പ്രോഗ്രാം പഴയ പ്രോഗ്രാമിനെ ഓവർ റൈറ്റ് ചെയ്ത് പോകുന്നു. ഇത് വളരെ ക്വിക്കായിട്ടാണ് റിസൾട്ട്. ഇത് ഇന്ന് ചെയ്തു 10 വർഷം കഴിഞ്ഞിട്ടല്ല, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇത് കഴിഞ്ഞ ഒരു 10-25 വർഷം കൊണ്ട് ലോകം മുഴുവനും ഉപയോഗിച്ച് ഒരു അത്ഭുതം എന്ന വാക്ക് തീർച്ചയായിട്ടും ഇവിടെ യൂസ് ചെയ്യാം, അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് EFT. EFT മൈൻഡിനെ 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. എന്താണ് കോൺഷ്യസ് മൈൻഡ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മൾ നല്ലൊരു അടിപൊളി മൂവി കാണുമ്പോൾ അതിൻ്റെ ഹീറോ ഒരു 6 pack ഒക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ വെച്ചൊരു ഡിസിഷൻ എടുക്കും. നാളെ തൊട്ട് ഞാൻ തീർച്ചയായിട്ടും ജിമ്മിൽ പോകും, അല്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് എണീക്കാൻ പറ്റത്തില്ല. എണീറ്റാലും അലാം കേട്ട് എണീറ്റാലും നമ്മൾ 10 എക്സ്ക്യൂസ് ഉണ്ടാക്കും. അപ്പുറത്തെ വീട്ടിലെ അങ്കിള് ഇത്ര കാലം കൊണ്ട് ജിമ്മിൽ പോകുന്നു, ഇപ്പോഴും അയാൾക്ക് ഫാമിലി പാക്കാണ്, 6 pack ഒന്നുമില്ല, അയാൾ വണ്ണം കുറയുന്നില്ല, പിന്നെ ഒരു ദിവസം താമസിച്ച് പോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മന്തിൻ്റെ ബിഗിനിങ് തൊട്ട് പോകാം, അല്ലെങ്കിൽ ഇന്ന് സാറ്റർഡേ അല്ലേ, നാളെ സൺഡേ, നാളെ എന്തായാലും ഇല്ലല്ലോ, മൺഡേ തൊട്ട് പോകാം. ഇതെല്ലാം നമുക്ക് ഒരു പ്രോഗ്രാം സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എക്സ്ക്യൂസ് കണ്ടുപിടിക്കൊണ്ടിരിക്കും. ഇതേ കാര്യം ഒരു ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് നമുക്ക് എടുക്കാം. ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇയാൾ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്, ആദ്യത്തെ കുറച്ച് ദിവസം ഇയാൾ വിചാരിക്കുന്നത് പോലെ ആൾക്കാരൊന്നും വരുന്നില്ല. എന്തായാലും ആദ്യത്തെ ദിവസം ചിലപ്പോൾ വരുന്നില്ല. അപ്പൊ ഇയാള് അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ കണ്ടെത്തും, എന്തുകൊണ്ട് ആൾക്കാർ വരുന്നില്ല. അയാൾ പറയും, എൻ്റെ ബിസിനസ് തുടങ്ങിയ ലൊക്കാലിറ്റി മോശമായി പോയി, അല്ലെങ്കിൽ എൻ്റെ കടയുടെ അപ്പിയറൻസ് ശരിയല്ല, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ആൾക്കാർക്ക് അത്ര അത്യാവശ്യമില്ലായിരിക്കും എന്ന് പറഞ്ഞ് ഇയാൾ റീസൺസ് കണ്ടെത്തി തുടങ്ങും. ഈ റീസൺസ് തരുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇതിനെയാണ് നെഗറ്റീവ് പാറ്റേൺ തിങ്കിങ് എന്ന് പറയുന്നത്. നെഗറ്റീവ് പാറ്റേണിൽ ആലോചിച്ച് തുടങ്ങി കഴിയുമ്പോൾ തന്നെ അയാളുടെ ആ ഒരു എന്താ പറയുക വൈബ്രേഷനും ഇമോഷനൊക്കെ ഡള്ളായി അവസാനം ഇയാളൊരു തീരുമാനമെടുക്കും, ഈ ബിസിനസ് നടക്കത്തില്ല. ഇങ്ങനെ തന്നെ ഒരു തോട്ട് ഉള്ളത് കൊണ്ട് ഇയാൾക്ക് ബിസിനസ് നടക്കത്തില്ല. ഇതുപോലെ മണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യത്തിന്
നമുക്ക് ഓൾറെഡി കുറേ ബ്ലോക്സ് ഉണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടത്തുള്ളൂ. ഇത് മനസ്സിനകത്ത് കയറി കഴിഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കും. ആവശ്യത്തിന് അത്രയ്ക്ക് പൈസ ഉണ്ടാകത്തില്ല. ഐ ടെൽ യു വൺ തിങ്, 1 കോടിയിലധികം മാസം ലാഭം കിട്ടുന്ന ബിസിനസ്സുകാരുണ്ട്. മാസം സാധാരണ ആൾക്ക് ചിന്തിക്കുമ്പോൾ 1 കോടി രൂപയാണോ ചിന്തിക്കുക. ദിവസം 500-1000 രൂപ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. വരുമാനമില്ലാത്ത ആൾക്കാരുണ്ട്. ഇതിന്റെ വ്യത്യാസം എന്തെന്നറിയാമോ? 1 കോടി മാസം കിട്ടുന്ന ആളിന്റെ മനസ്സിന് പ്രോഗ്രാം എന്ന് വെച്ചാൽ എനിക്ക് 1 കോടി രൂപ മാസം ഇൻകം വരും. ദിവസം 1000 രൂപ കിട്ടുന്ന ആളിന്റെ മനസ്സിലെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദിവസം 1000 രൂപ കിട്ടത്തുള്ളൂ. കിട്ടാത്ത ആളിൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടത്തില്ല. ഇത് പ്രോഗ്രാമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ആണ്. ഈ ഹാർഡ്വെയറിനകത്ത് സോഫ്റ്റ്വെയർ ആണ് മനസ്സ്. സോഫ്റ്റ്വെയറിനകത്ത് എന്ത് പ്രോഗ്രാം ഉണ്ടോ അത് മാത്രമേ റൺ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ മാറ്റിയാൽ ഹാർഡ്വെയർ മാറ്റാൻ പറ്റത്തില്ല ഒരിക്കലും. നമ്മളെ കണ്ണും മൂക്കും ഒന്നും മാറ്റാൻ പറ്റത്തില്ല, ബ്രെയിനൊന്നും മാറ്റാൻ പറ്റത്തില്ല. സോഫ്റ്റ്വെയർ നമുക്ക് എപ്പോഴും മാറ്റാൻ പറ്റും, റീറൈറ്റ് ചെയ്യാൻ പറ്റും, റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പറ്റും.